നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള കാര്യങ്ങളാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ട്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടൊപ്പം ടാൻഡം PSC എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. ഈ ഒരു ക്ലാസിന്റെ PDF നോട്ട്സ് ആ ഒരു ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, സുനിത വില്യംസും അതേപോലെ ബച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയില്ലേ. ഒരു 8 ഡേ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു 2024 ജൂൺ 5 അവർ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. ജൂൺ 6 അവർ എവിടെ എത്തുന്നുണ്ട്? സ്പേസിൽ എത്തുന്നുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവർ പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? സ്റ്റാർലൈനർ എന്നറിയപ്പെടുന്ന ബോയിങ് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിലാണ് ഇവർ പോയിട്ടുള്ളത്. സ്റ്റാർലൈനർ എന്നറിയപ്പെടുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് പോയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. റീയൂസബിൾ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻഡ് ഫോർ ക്രൂഡ് മിഷൻ ടു ലോ എർത്ത് ഓർബിറ്റ് ക്യാരിങ് അപ് ടു 4 ആസ്ട്രോണട്സ് ആൻഡ് സയന്റിഫിക് റിസർച്ച്. അതായത് 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ പറയുന്ന സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ്. ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് പ്ലേസ് ചെയ്യാം. സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് 4 ബഹിരാകാശ യാത്രികരെ വരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഈ സ്റ്റാർലൈനർ എന്നറിയപ്പെടുന്ന സ്പേസ് ക്രാഫ്റ്റ് അല്ലേ. ടാൻഡം PSCയുടെ ഡിഗ്രി പ്രിലിംസ് പ്ലസ് സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ ഒരു ക്രാഷ് ബാച്ച് ഏപ്രിൽ 1-ാം തീയതി ആരംഭിക്കുകയാണ്. വെറും 499 രൂപ മാത്രമാണ് ഇതിന് ഫീസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7034327690 9544166690. ജനറൽ നോളജ്, അതേപോലെ ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ MCQ സീരീസ് ആയിട്ട് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് മാക്സിമം നമ്മൾ കവർ ചെയ്യും. ഷോർട്ട് ക്വസ്റ്റ്യൻസ് അടക്കം കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. നമുക്കറിയാം 10th പ്രിലിംസ് എക്സാമിന് ടാൻഡം PSCയുടെ ക്ലാസ്സിൽ നിന്ന്, ക്രാഷ് ബാച്ചിൽ നിന്ന് മാത്രം 25 മുതൽ 40 വരെ ചോദ്യങ്ങൾ ഓരോ സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഡിഗ്രി പ്രിലിംസിന് അതേപോലെ സെക്രട്ടേറിയറ്റ് വൈഡ് മെയിൻസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ആ രീതിയിൽ തയ്യാർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അനുസരിച്ചാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് എലിമെൻ്ററി ബുക്ക് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിലിംസ് ബാച്ച്, അതോടൊപ്പം ഈ ജനറൽ നോളജ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് ഏപ്രിൽ 1 തന്നെ ആരംഭിക്കുന്നുണ്ട്. 899 രൂപയാണ് ഫീസ്. യാത്രക്ക് വേണ്ടി പോയ ആളുകൾ 200 ചില്ലാനം ദിവസം, അതായത് 9 മാസത്തോളം അവിടെ കുടുങ്ങിപ്പോയില്ലേ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഈ സുനിത വില്യംസ് ആണോ അവിടെ സ്പേസ് ക്രാഫ്റ്റിൽ പ്രതീക്ഷിച്ച സമയത്ത് തിരിച്ചു പോരാതെ അവിടെ കുടുങ്ങിയത്? ഒരിക്കലുമല്ല. അപ്പൊ ഇതിനു മുമ്പും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ പ്രതീക്ഷിച്ച സമയത്ത് തിരിച്ചു പോരാൻ കഴിയാതെ അവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഒരു സിംഗിൾ സ്പേസ് ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ നിന്നിട്ടുള്ളത് അമേരിക്കയുടെ തന്നെ ഫ്രാങ്ക് റുബിയോസ് എന്നറിയപ്പെടുന്ന ആളാണ്. 2022-23 351 ദിവസമാണ് ഇദ്ദേഹം ഈ സ്പേസിൽ ചെലവഴിച്ചത്. അപ്പോൾ ലോങ്സ്റ്റ് സിംഗിൾ സ്പേസ് ഫ്ലൈറ്റ് ബൈ ഫ്രാങ്ക് റുബിയോസ് എന്ന് പറയുന്നത് USA-യുടെ ഫ്രാങ്ക് റുബിയോസ് ആണ് 2022-23 വർഷങ്ങളിലായിട്ട് 351 ദിവസം അവിടെ സ്പേസിൽ നിന്നത്, കുടുങ്ങിപ്പോയത് എന്നൊക്കെ പറയാം, അവിടെ നിന്നത്. അദ്ദേഹം പോയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ഏതായിരുന്നു? സോയൂസ് സ്പേസ് ക്രാഫ്റ്റിലാണ് പോയിട്ടുള്ളത്. പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നത് അതിന്റെ തകരാറ് മൂലം അതിൽ തിരിച്ചു പോരാൻ കഴിഞ്ഞില്ല. പിന്നെ സോയൂസ് ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്ന മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിലാണ് ഇതുവരെ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 2022-23 371 ദിവസം അവിടെ ചെലവഴിച്ചിട്ടുള്ള, ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫ്രാങ്ക് റുബിയോസ്. യുഎസിന്റെ ബഹിരാകാശ യാത്രികനാണ് ഈ പറയുന്ന ഫ്രാങ്ക് റുബിയോസ്.
എന്നാൽ ഇതിനു മുമ്പും 2022 ഇത് സംഭവിച്ചത്. അതിനു മുമ്പ് 1991 USSRന്റെ ഒരു ബഹിരാകാശ യാത്രികൻ അവിടെ 311 ദിവസം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. സെർഗി ക്രിക്കലേവ് എന്നറിയപ്പെടുന്ന USSRന്റെ ഒരു ബഹിരാകാശ യാത്രികൻ 1991 311 ദിവസമാണ് അവിടെ കുടുങ്ങിയത്. അതിന്റെ സാഹചര്യം ആണ് അതിലേറെ രസം. എന്താണ് സാഹചര്യം? അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വൈകാനുണ്ടായ കാരണം സ്പേസ് ക്രാഫ്റ്റിനുണ്ടായ കംപ്ലൈന്റ് ഒന്നുമല്ല. നമുക്കറിയാം 1991 ഡിസംബർ 26 USSR പിരിച്ചുവിട്ടു അല്ലെ. അപ്പൊ USSRന്റെ യാത്രികനായിട്ടാണ് ഇദ്ദേഹം സ്പേസിലേക്ക് പോകുന്നത്. പക്ഷെ ഇദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്തു? USSR പിരിച്ചുവിട്ടു. അപ്പൊ യാതൊരില്ലാത്ത ഒരവസ്ഥയായി മാറിയില്ല. USSR എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കീഴിലാണ് ഇദ്ദേഹം പോകുന്നത്. പക്ഷെ ആ ഏജൻസി തന്നെ ഇവിടെ ഇല്ലാതാവുകയാണ്. ഇവിടെ രാഷ്ട്രീയമായ അസ്ഥിര സാഹചര്യം വരുന്നു, അതോടൊപ്പം സാമ്പത്തികമായ പ്രതിസന്ധി വരുന്നു. കാരണം ഈ USSR എന്ന് പറയുന്ന രാജ്യം ഒരുപാട് കഷ്ണങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത്രയും കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയും അങ്ങനെ റഷ്യ എന്നറിയപ്പെടുന്നത് ഈ ഒരു USSRനെ അപേക്ഷിച്ചിട്ട് ചെറിയ ഒരു ശക്തിയായിരുന്നു അല്ലെ. ആ രീതിയിൽ ഒരു സാഹചര്യം വന്നത് കാരണമാണ് ഇദ്ദേഹം ഈ സെർഗി ക്രിക്കലേവ് എന്നറിയപ്പെടുന്ന USSRന്റെ യാത്രികൻ അവിടെ കുടുങ്ങുന്നത്. അങ്ങനെ പിന്നീട് 1992 മാർച്ചിലാണ് ഇദ്ദേഹം തിരിച്ചെത്തുന്നത്. ഇദ്ദേഹം തിരിച്ചു വരുന്നത് സോവിയറ്റ് യൂണിയനിലേക്കല്ല. എവിടേക്കാണ്? റഷ്യയിലേക്കാണ് അല്ലെ. റഷ്യ സോവിയറ്റ് യൂണിയന്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ ഇദ്ദേഹം യാത്ര തുടങ്ങുന്നത് സോവിയറ്റ് യൂണിയന്റെ യാത്രികനായിട്ടാണ്. പക്ഷെ തിരിച്ചു വരുന്നത് റഷ്യ എന്ന സ്വതന്ത്ര രാജ്യത്തേക്കാണ്. അപ്പൊ സുനിത വില്യംസും അതേപോലെ ബച്ച് വിൽമോറും കുടുങ്ങിയത് എവിടെയായിരുന്നു? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് അല്ലെ. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇവർ കുടുങ്ങിയത്. അപ്പൊ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് അത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു നിലയമാണ്. അതായത് USA ഏജൻസി ആയിട്ടുള്ള നാസ, അതേപോലെ റോസ്കോസ്മോസ് അഥവാ റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള റോസ്കോസ്മോസ്, അതേപോലെ യൂറോപ്പിന്റെ ESA, അതായത് യൂറോപ്പ് സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESA, പിന്നെ ജപ്പാന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള JAXA, പിന്നെ കാനഡയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള CSA എന്നീ ഏജൻസികൾ ചേർന്നിട്ടാണ് ഈ ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒറ്റ ദിവസം കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളതല്ല. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെ കുറച്ച് തൊഴിലാളികൾ അധികം കൊണ്ടുപോയിട്ട് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് നിർമ്മാണം നടത്തി പോരാൻ കഴിയില്ല. അത് സ്പേസിലാണ് ഇത് സ്ഥാപിക്കുന്നത് അല്ലെ. അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ലോഞ്ച് ചെയ്യുന്നത് 1998 ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഫസ്റ്റ് മോഡ്യൂള് 1998 ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്ത് കഴിയുന്നത് 2011 1998 ഫസ്റ്റ് മോഡ്യൂൾ ലോഞ്ച് ചെയ്തു. 2000 മുതൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു 2000 മുതൽ ഇതൊരു സയൻസ് ലബോറട്ടറി ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2011 ഈ ഒരു അന്താരാഷ്ട്ര നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പറയാം, അല്ലെങ്കിൽ ഫുള്ളി അസംബിൾഡ് ആവുന്നത് 2011 2030 വരെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ അവിടെ നിലനിൽക്കുമെന്നാണ്. ചുരുങ്ങിയത് 2030 വരെയെങ്കിലും, അതിനേക്കാളും മുന്നോട്ട് പോവാം, ചുരുങ്ങിയത് 2030 വരെയെങ്കിലും ഈ സ്പേസ് സ്റ്റേഷൻ അവിടെ നിലനിൽക്കുമെന്നാണ് ഇവരുടെ കണക്കുകൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 5 ഏജൻസികൾ ചേർന്നിട്ടാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ 2025 എന്ത് ചെയ്യാണ്? റഷ്യ ഇതിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഈ അന്താരാഷ്ട്ര നിലയത്തിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചിട്ട് അതിൽ നാസ ഉണ്ടാകും, അല്ലെങ്കിൽ ഏജൻസി ഏതെന്ന് വെച്ചിട്ട് നാസ ഉണ്ടാകും, ESA ഉണ്ടാകും, JAXA ഉണ്ടാകും, CSA ഒക്കെ ഉണ്ടാകും. അപ്പൊ മാറിപ്പോരുത്. ഏതാണ്? റോസ്കോസ്മോസ് അല്ലെങ്കിൽ റഷ്യയാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 2025 പിന്മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം. അങ്ങനെ പിന്മാറ്റം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, റഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം നിലക്ക് റഷ്യയുടേതായിട്ടുള്ള ഒരു ബഹിരാകാശ നിലയം അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. ഏകദേശം 2030 കൂടി ലോഞ്ച് ചെയ്യും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ 2030 കൂടി സ്വന്തമായിട്ട്, നമുക്കറിയാം ഇതിന്റെ കാലാവധി 2030 ഏകദേശം അവസാനിക്കുകയാണ് അല്ലെ. മിനിമം 2030 വരെ എന്നുള്ള കണക്കിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം കിട്ടിയേക്കാം. എന്നാലും 2030 കൂടി ഇത് അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ബഹിരാകാശ നിലയം എന്താ പറയുന്നത്, ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് 2030 കൂടിയാണ്.
എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സ്പേസ് ഏജൻസി, അത് നമുക്കറിയാം ഇസ്രോ അല്ലെങ്കിൽ ISRO ആണ് അല്ലെ. അപ്പൊ ISRO പ്ലാനിംഗ് ടു ബിൽഡ് ഇറ്റ്സ് ഓൺ സ്പേസ് സ്റ്റേഷൻ. എന്താണ് പേര്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, BAS അഥവാ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ISRO ഒരു സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. 2028 ഫസ്റ്റ് മൊഡ്യൂള് ലോഞ്ച് ചെയ്യുകയും 2035 കൂടി കംപ്ലീറ്റ് ചെയ്യാനുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്താണ്? ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ബഹിരാകാശ സ്റ്റേഷൻ നിർമ്മിക്കാൻ പോവുകയാണ്. 2028 അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2035 കൂടി അതിന്റെ അസംബ്ലിംഗ് കംപ്ലീറ്റ് ആകുമെന്നൊക്കെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. BAS ഈസ് പ്ലാൻഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ലോ എർത്ത് ഓർബിറ്റ് LEO. അപ്പൊ ഇത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർബിറ്റ് ഏതാണ്? ലോ എർത്ത് ഓർബിറ്റ് ആണ്, LEO ആണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നാസയെ കുറിച്ചൊന്ന് പറയണം. നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം. ഈ നാസ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് 1958 ഒക്ടോബർ 1 തീയതിയാണ്. നാസ സ്റ്റാർട്ട് ചെയ്യുന്നത് 1958 ഒക്ടോബർ 1 തീയതിയാണ്. നമുക്കറിയാം സ്പേസിൽ ആദ്യമായിട്ട് പോയിട്ടുള്ള മനുഷ്യൻ ആരാണ്? യൂറി ഗഗാറിൻ ആണ് അല്ലെ. സ്പേസിൽ എത്തിയിട്ടുള്ള, ബഹിരാകാശത്ത് എത്തിയിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ ആണ്. യൂറി ഗഗാറിൻ ഏതാണ് രാജ്യം? USSR ആണ് അല്ലെ. അതായത് സോവിയറ്റ് റഷ്യയുടെ ബഹിരാകാശ യാത്രികനായിട്ടാണ് യൂറി ഗഗാറിൻ പോകുന്നത്. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ഇവിടെ പോകുന്നത്, സ്പേസിൽ പോകുന്നത്. പോയ വാഹനം ഏതാണ്? വോസ്തക് 1 എന്നറിയപ്പെടുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് ഈ പറയുന്ന യൂറി ഗഗാറിൻ പോയിട്ടുള്ളത്. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ പോകുന്നത്. വോസ്തക് 1 സ്പേസ് ക്രാഫ്റ്റ് ആണ് യാത്ര ചെയ്തിട്ടുള്ള വാഹനം. എങ്കിൽ സ്പേസിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആരാണ്? രാകേഷ് ശർമ്മയാണ് അല്ലെ. 1984 ഏപ്രിൽ 3 രാകേഷ് ശർമ്മ സ്പേസിലെത്തുന്നത്. അപ്പൊ സ്പേസിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 3 എത്തുന്നത്. ആദ്യമായിട്ട് സ്പേസിലെത്തിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 3 അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം ഇന്ത്യൻ സ്പേസ് ക്രാഫ്റ്റിലാണ് പോകുന്നതല്ല, സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ ഒരു സ്പേസ് ക്രാഫ്റ്റിലാണ് ഈ പറയുന്ന രാകേഷ് ശർമ്മ സ്പേസിലെത്തുന്നത്. അപ്പോൾ സ്പേസിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. ഈ രാകേഷ് ശർമ്മ 1984 ഏപ്രിൽ 13 പോകുന്നത്. ഏതാണ് സ്പേസ് ക്രാഫ്റ്റ്? ഏതാണ്? സോയൂസ് T-11 എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ സ്പേസ് ക്രാഫ്റ്റിലാണ് പോകുന്നത്. എന്നാൽ ബഹിരാകാശത്ത് എത്തിയിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? വാലന്റീന തെരസ്കോവയാണ് അല്ലെ. USSRന്റെ തന്നെ വാലന്റീന തെരസ്കോവയാണ്. വോസ്തക് 6 എന്നറിയപ്പെടുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് 1963 ജൂൺ 16 ആര് പോകുന്നത്? വാലന്റീന തെരസ്കോവ പോകുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആരാണ്? സ്പേസിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള STS-87 മിഷന്റെ ഭാഗമായിട്ട് കൊളംബിയ എന്ന സ്പേസ് ഷട്ടിലാണ് പോയിട്ടുള്ളത്. ഈ കൊളംബിയ എന്ന് പറഞ്ഞാൽ സ്പേസ് ഷട്ടിൽ ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടേതാണോ? അല്ല. അമേരിക്കയുടെ നാസയുടെ ഒരു സ്പേസ് ഷട്ടിലാണ് കൊളംബിയ. ഈ കൊളംബിയയിലാണ് STS-87 എന്ന മിഷന്റെ ഭാഗമായിട്ട് കൽപ്പന ചൗള പോകുന്നത്. അപ്പോൾ സ്പേസിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പന ചൗളയാണ്. എന്നാൽ സ്പേസിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ശർമ്മയാണ്. അത് അങ്ങോട്ട് കൂടെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ആദ്യം പോയത് രാകേഷ് ശർമ്മയാണ്, എന്നാൽ ആദ്യത്തെ വനിതയാണ് ആര്? കൽപ്പന ചൗള. ആദ്യ വ്യക്തി യൂറി ഗഗാറിൻ USSRന്റെ, എന്നാൽ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ, ആദ്യ വനിത വാലന്റീന തെരസ്കോവ, ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. 1997 കൽപ്പന ചൗള പോകുന്നത്. മിഷൻ STS-87 സ്പേസ് ഷട്ടിൽ കൊളംബിയ. എന്നാൽ സ്പേസിൽ പോയി ഇവർ ആ വാഹനത്തിൽ തന്നെ തിരിച്ചു പോരാണ്, സ്പേസിൽ ഇറങ്ങുന്നില്ല. സ്പേസിൽ ഇറങ്ങി അവിടെ നടന്ന വ്യക്തി ആര്? ആദ്യമായിട്ട് നടന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അലക്സി ലിയോനോവ് ആണ്. USSRകാരൻ തന്നെയാണ്. അപ്പോൾ സോവിയറ്റ് റഷ്യയുടെ അലക്സി ലിയോനോവ് ആണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് കൂടി നടന്നിട്ടുള്ള വ്യക്തി. 1965 മാർച്ച് 18 അലക്സി ലിയോനോവ് എന്ത് ചെയ്യുന്നത്? സ്പേസിൽ കൂടി നടക്കുന്നത്. വോക്ഷോഡ് 2 മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അലക്സി ലിയോനോവ് എത്തുന്നത്? സ്പേസിലെത്തുന്നത്. എന്നാൽ ബഹിരാകാശത്ത് കൂടി നടന്നിട്ടുള്ള ആദ്യത്തെ വനിത ആര്?
സാവിറ്റ്സ്കയ എന്നറിയപ്പെടുന്ന USSRകാരിയാണ് ബഹിരാകാശത്ത് കൂടി നടന്നിട്ടുള്ള ആദ്യത്തെ വനിത. 1984 ജൂലൈ 25-നാണ് USSRകാരിയായിട്ടുള്ള സാവിറ്റ്സ്കയ എന്നറിയപ്പെടുന്ന USSRകാരി ബഹിരാകാശത്ത് കൂടി ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ബഹിരാകാശത്ത് കൂടി ആദ്യമായിട്ട് നടന്ന വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ USSRന്റെ അലക്സി ലിയനോവ് ആണ്. എന്നാൽ ആദ്യത്തെ വനിത ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും USSRകാരി തന്നെയാണ്. പേരെന്താണ്? സാവിറ്റ്സ്കയ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.